What's up, Chelsea fans, football fans? Welcome back, boys, to Chelsea Karan channel. It's Chelsea versus PSG, Champions League finalist versus Conference League finalist, Club World Cup finalist. Now, സ്വാഭാവികമായിട്ടും പി എസ് ജി ഫൈനലെത്തിയോടെ റയൽ മാഡ്രിഡിനെ 3-0 തോപ്പിച്ചതിന് 4-0 തോപ്പിച്ചതിന് ശേഷം എല്ലാവരും എഴുതി തള്ളിയിരിക്കുകയാണ്. ചെൽസി ഇനി കഷ്ടപ്പെടും, ചെൽസി ഇനി മുക്കും, ചെൽസി ഇനി മൂളും, ചെൽസിനെ ഇങ്ങനെ നോപ്പിക്കും, 4-0 പി എസ് ജി ഇട്ട് പണ്ടാറടക്കും, 5-0 പി എസ് ജി പണ്ടാറടക്കും, ചെൽസിക്ക് ഇനി രക്ഷയില്ല, അവരുടെ പ്രസ്സിംഗ് ആണ്, മറ്റേതാണ് മറിച്ചതാണ്, ഓൾ ഫൈൻ, കുഴപ്പമില്ല. കാരണം എല്ലാവരും കാത്തിരിക്കുന്നത് വർഷങ്ങളായിട്ട് ചെൽസി തോക്കുക, ചെൽസിനെ തോപ്പിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. വിച്ച് ഇസ് ഫൈൻ, ഓക്കെ, റൈവൽ ഫാൻസ് ആണ്, ബാൻഡർ എല്ലാം അടിപൊളിയാണ്, നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് ഹിയർസ് ദ തിങ്, എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ചെൽസി ഫാൻസിന്റെ ഇടയിലുള്ള ഒരു സംശയമാണ്. അയ്യോ പി എസ് ജി, എന്റെ പൊന്ന് മക്കളെ, ചെൽസി ഫാനാന്നും പറഞ്ഞു, ചെൽസി ഫാൻ എന്നല്ല, അങ്ങനെ ഒരു ക്ലബ് ഫാൻ ആണോ എന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ലെന്ന് എനിക്ക് ചോദിക്കുന്നത്. സ്വന്തം ക്ലബിന്റെ മേലിൽ സംശയം ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളിപ്പോ ഉദാഹരണത്തിന് നമ്മള് സ്റ്റോക്ക് സിറ്റിയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്, സ്റ്റോക്ക് സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് ആണെങ്കിൽ ശരി, നമുക്ക് പറയാം, നമുക്ക് പേടിക്കാം. കാരണം ഡൂഡ്, ഇറ്റ്സ് ടു ഡിഫറെന്റ് ക്ലബ്, ടു ഡിഫറെന്റ് ഹിസ്റ്ററി. ആൻഡ് സ്റ്റോക്ക് സിറ്റിന് പ്രീമിയർ ലീഗിന്റെ ഒരു ടീം ഒന്നുമല്ല. ബട്ട് ദിസ് ഇസ് ഡിഫറെന്റ്. നൗ യെസ്, നമുക്ക് മേ ബി ഈ പറയുന്ന പോലെ പി എസ് ജിന്റെ പറയുന്ന പോലെ ഒരു ടീം സെറ്റ് ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും അതിന്റെ പേരും പറഞ്ഞ് നമ്മളിക്കൊന്ന് കിടുകിട വിറയ്ക്കുന്നതിന്റെ കാര്യമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ നെഗറ്റിവിറ്റി അടിക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. നെഗറ്റിവിറ്റി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെൽസി ഫുട്ബോൾ ക്ലബിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് രണ്ടാമത് ചിന്തിക്കുക. കാരണം ഡ്യൂഡ്, എന്ത് വന്നാലും അവസാനം ദിസ് ഇസ് യുവർ ക്ലബ്. അതിനൊരു ഹെറിറ്റേജ് ഉള്ള ക്ലബ്ബാണ്, മറ്റുള്ള ഫാൻസ് അംഗീകരിക്കും. ഇപ്പൊ ഞാനിപ്പോ പറയാണ് ചെൽസി ഇസ് എ സൂപ്പർ ഹെവി വെയിറ്റ്, യൂറോപ്യൻ ഹെവി വെയിറ്റ് എന്ന് പറഞ്ഞാൽ പുച്ഛിക്കുന്ന എത്രയോ പേരുണ്ട്. ചെൽസി യൂറോപ്യൻ ഹെവി വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ചാമ്പ്യൻസ് ലീഗ് ഉണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ വി ഹാവ് വോൺ ഇറ്റ് ഓൾ. ഇതിൽ കൂടുതലും യൂറോപ്യൻ ഹെറിറ്റേജ് ഇല്ലാത്തവന്മാര് കിടന്ന് ഞൊളയ്ക്കുന്നുണ്ട്. വി ആർ എ യൂറോപ്യൻ ഹെവി വെയിറ്റ്, വി ആർ വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലബ്സ് ഇൻ ദ വേൾഡ് at the moment. And here is the thing, London's finest, the pride of London. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ടീം ക്ലബിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കഴിഞ്ഞ ഒരു പിറ്റം എന്ത് കാര്യം ഇരിക്കുന്നു? സൺസു എന്നും പറയുന്ന ഒരു ചൈനീസ് ഫിലോസഫർ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ആർട്ട് ഓഫ് വാർ എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയിരിക്കുന്ന ബുക്കിൽ, a war is won or lost even before it's fought. അതായത് ഒരു യുദ്ധത്തിന്റെ തീരുമാനം യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ തീരുമാനിക്കുമെന്നുള്ളതാണ്. ഇപ്പോഴേ നമ്മൾ തോൽവി സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ മത്സരം കളിക്കേണ്ട ആവശ്യമില്ല, തോൽവി സ്വാഭാവികമായിട്ട് നടന്നോളും എന്നുള്ളതാണ്. അതാണ് മെന്റാലിറ്റി. ഇപ്പോഴേ തോൽവി. പക്ഷെ ദിസ് ഇസ് ചെൽസി ഫുട്ബോൾ ക്ലബ്. ഭാഗ്യത്തിന് നമ്മുടെ ടീം നമ്മുടെ ചില ഫാൻസിനെ പോലെയല്ല, അവന്മാരുടെ മെന്റാലിറ്റി റെഡിയാണ്. ആര് പറഞ്ഞാലും ലെറ്റ്സ് ബ്രിങ് ഇറ്റ്, ഹൂവർ ഇറ്റ് ഇസ്, PSG or Real Madrid, we are ready for it, we will face the challenge. നമുക്ക് ഫൈനലിൽ നമുക്ക് എന്ത് നടക്കുന്നു പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ 7-0 തോക്കുമായിരിക്കാം, വി നെവർ നോ. പക്ഷെ ഇപ്പോഴേ നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞാൽ 7-0 അല്ല 14-0 നമ്മൾ തോക്കുമായിരിക്കും. ഡാം, വി ആർ റെഡി ഫോർ ദ ഫൈറ്റ്. ബയൺ മ്യൂണിക്കിൽ ബയണിനെതിരെ ജയിച്ച ടീമാണ്. 10 ആൾക്കാരായ ബാർസലോണാസ് ബെസ്റ്റിനെതിരെ ജയിച്ച ആൾക്കാരാണ്. ബാർസലോണയുടെ സെമി ഫൈനലിന് ബാർസലോണയ്ക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് അവരുടെ റഫറിന്റെ കൂടെ സഹായം വേണ്ടി വന്ന ഒരു ടീമാണ്. സാങ്ഷൻ നേടിയ ഒരു ടീമാണ്. നാളെ പൂട്ടിപ്പോവും ക്ലബ് എന്നും പറഞ്ഞൊരു ടീമാണ്. ബസ് വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്ത് മാച്ചുകൾ കളിക്കാമെന്ന് പറഞ്ഞൊരു ടീമാണ്. വി ആർ എ ടീം വിത്ത് റെസിലിയൻസ്. ആൻഡ് കഴിഞ്ഞ ഒരു സീസണായിട്ട് നമ്മൾ കേട്ടിരിക്കുന്ന അപവാദങ്ങളും കളിയാക്കലും ബഹളവും ഒച്ചയും, എന്ത് പറയുന്നു, സ്വന്തം ഫാൻസ്, ഈവൻ ഞാൻ ഉൾപ്പെടെ തന്നെ വിമർശിച്ചിരിക്കുന്ന ഒരു ടീം ഇന്ന് ക്ലബ് വേൾഡ് കപ്പ് ഫൈനൽസ് എത്തിയിരിക്കുകയാണ്. അത് എല്ലാവർക്കും നല്ല ചൊറിച്ചിലുണ്ട്. അത് സ്വാഭാവികം, കുഴപ്പമില്ല. പക്ഷെ ആ ചൊറിച്ചിലും ആ പേടിയും നമ്മുടെ ഇടയിൽ പാടില്ല. നമ്മുടെ ഇടയിൽ പാടിയേ പാടില്ല. നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് തന്നെ ഇരിക്കണം. നമ്മൾ നേരിടുമ്പോൾ നമ്മൾ നേരിടണം. PSG, ലെറ്റ്സ് ബ്രിങ് ഇറ്റ് ഓൺ. ആൻഡ് നമുക്ക് അതിനുള്ള ടീമുണ്ട്. ഒരു പോസിബിൾ പ്രഡിക്ഷൻസ് പലവരും പറയുന്നുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ സമയത്താണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് സൈനിങ് ഓഫ് ഡെലാപ്പ് ആൻഡ് ജോവോ പെഡ്രോ. കാരണം രണ്ടുപേരും പ്രസിംഗ് മെഷീൻസ് ആണ്. ആൻഡ് പെഡ്രോ നെറ്റോ, സത്യം പറഞ്ഞാൽ ലിയോണൽ നെറ്റോ ആയി മാറ്റിയിട്ടുണ്ട് വേൾഡ് കപ്പിൽ. ജോവോ പെഡ്രോ നെറ്റോ, ലിയാം ഡെലാപ്പ്, മൂന്നും പ്രസിംഗ് മെഷീൻ ആണ്. കോൾ പാൽമർ അത്രയ്ക്ക് പ്രസിംഗ് മെഷീൻ ഇല്ല. പിന്നെ കൈസഡോയുടെ ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൈസഡോ, എൻസോ ഫെർണാണ്ടസ്, ഡാം, വി ഹാവ് ഗോട്ട് ദ ടീം. റീസ് ജെയിംസ്, കുക്കുറയ, കോൾവെൽ, ചാലബ, വി ഹാവ് ദ ടീം. ഒറ്റ പേടി, എല്ലാത്തിനും ഉപരി ഒരു ചെറിയ ടെൻഷൻ ഉള്ളത് സാഞ്ചസ് ആണ്. പക്ഷെ സാഞ്ചസിനെ വിശ്വസിക്കാവുന്നത് ഷോർട്ട് സ്റ്റോപ്പിംഗിലാണ്. കാരണം അവന് റിഫ്ലെക്സീവ് ആക്ഷൻ ഉണ്ട്. പക്ഷെ അവൻ എന്ത് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ടീമിന് മൊത്തത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ആ റോബ് സാഞ്ചസ് എന്ന് പറഞ്ഞ ഒരുത്തന്റെ മേലിൽ മാത്രമേ ഉള്ളൂ. അവൻ ഈ തലയൊക്കെ കിളി പോകുന്ന പോലെ കാണിക്കാണ്ടിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ചാലഞ്ച് കൊടുക്കാൻ പറ്റും. പിന്നെ റയൽ മാഡ്രിഡ് തോറ്റതിന്റെ കളി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, 2 ഡിഫൻസീവ് മിസ്റ്റേക്സ് ആണ്.
അത് റൂഡിഗർ രണ്ടാമത്തെ മിസ്റ്റേക്ക് കാണിച്ചത് എന്താണെന്നുള്ളത് റൂഡിഗറിനും പോലും അറിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക് സത്യം പറയാം അവർക്ക് അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോയി. പ്രത്യേകിച്ച് ഷാബി അലോൺസോ പുതിയതായിട്ട് കോച്ച് ചെയ്യുന്ന ഒരു ടീമാണ്, അധികം മത്സരങ്ങളായിട്ടില്ല, അവർ ജെൽ ചെയ്യാൻ സമയം എടുക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ ഡിഫൻസീവ് മിസ്റ്റേക്ക് വരുത്താന്ന് പറഞ്ഞാൽ അതിനെ കൂടുതലും ബാധിക്കും. സോ യെസ്, PSG is a tough team, but boys, come on, this is Chelsea Football Club. We bleed blue, keep the blue flag flying high. നേരിടുമ്പോൾ നമ്മൾ നെഞ്ചു വിരിച്ചതിനെ നേരിടും. ബാക്കിയുള്ള എന്താവും എന്നുള്ളത് നമുക്ക് ഫൈനലിൽ കാണാം. Do let me know guys നിങ്ങളുടെ thoughts in the comment section. Thank you so much for watching. Signing FSK from Chelsea Karan.